മിറാക്കുലസ് ഡേയ്സ് വിത്ത് മോഹൻജി. മോഹൻജിയോടൊത്തുള്ള അദ്ഭുത ദിനങ്ങൾ. രാജേഷ് കാമത്ത്. വിവർത്തനം ശങ്കരനാരായണൻ മീറ്റ്ന. അധ്യായം 15. സായിബാബയുടെ കൂടെ നടന്ന ബാലൻ. ബന്ധുത്വങ്ങളാണ് ഭൂമിയിൽ മനുഷ്യജീവിതത്തെ സംഘടിപ്പിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ. അവ ജീവിതമാകുന്ന വിഭവ സമൃദ്ധമായ സദ്യയിൽ ഓരോ വ്യക്തിക്കും പ്രതീക്ഷ ഉയർത്തുന്ന വ്യത്യസ്ത വികാരങ്ങളുടെ സ്വാദ് പ്രത്യേകമായി നൽകുന്നു. ഒരു ജീവിതകാലത്തെ ബന്ധത്തിൻ്റെ ഉറപ്പ് സാധാരണയായി സംസർഗത്തിൻ്റെ ദൈർഘ്യം നോക്കിയാണ് നിർണ്ണയിക്കുന്നത്. എന്നാൽ ചില ബന്ധങ്ങൾ സംസർഗം ചെറുതും ക്ഷണികവും ആയിരുന്നാൽ പോലും നിലനിൽക്കുന്ന ധാരണയുണ്ടാക്കുന്നു. ബാബാജി എന്നാണ് മോഹൻജി സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മോഹൻജിയുടെ, തുടർന്ന് മോഹൻജി സമൂഹത്തിൻ്റെയും ബാബ ഗണേശാനന്ദ ഗിരിയുമായുള്ള ബന്ധം അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. ആഴത്തിലുള്ളതും പരിപോഷിപ്പിക്കപ്പെട്ടതുമായ സ്നേഹവും ബഹുമാനവും ആ 4 മാസം മുഴുവൻ നിലനിന്നു. നേരത്തെ പറഞ്ഞ കാലദൈർഘ്യത്തിൻ്റെ ആവശ്യകത തെറ്റാണെന്ന് അത് തെളിയിച്ചു. ബാബ ഗണേശാനന്ദഗിരി ആരായിരുന്നു? സായിബാബയുടെ കൂടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ച അപൂർവം ചിലരിൽ ഒരാൾ. സായിബാബയുടെ ശിഷ്യന്മാരിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരേയൊരു വ്യക്തി. പ്രായം 107 വയസ്സ്. ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കൽ ജീവിതവ്രതമായിരുന്നു അദ്ദേഹത്തിന്. ഗുരുവിലുള്ള അർപ്പണത്തിനും ഭക്തിക്കും ഒരു മാതൃക. കവചിത പട്ടാള ടാങ്ക് പോലെ ദൃഢമായ ശരീരം. സായിബാബയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അത് മുഖത്തു നോക്കി പറയാനും മടിയില്ല. മോഹൻജിയിൽ കൂടി അദ്ദേഹത്തിലേക്ക് വന്ന ഞങ്ങളോട് നിരുപാധികമായ സ്നേഹവും വാത്സല്യവും. തൻ്റെ 4/1 പ്രായമില്ലാത്തവരെ ലജ്ജിപ്പിക്കുന്ന ചുറുചുറുക്ക്. ഓരോ തവണ ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയോ വിളിക്കുകയോ ചെയ്യുമ്പോഴും പ്രവഹിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഉറവിടം. മോഹൻജി ബാബ ഗണേശാനന്ദഗിരിയെ കണ്ടത് 2 ജീവിതകാലങ്ങൾ തമ്മിൽ സായിബാബയുടെ കൃപയാകുന്ന പാലത്തിൽ കൂടി കൂട്ടിയോജിപ്പിക്കപ്പെട്ട ദിവ്യമായ ഒരു ലീലയായിരുന്നു. ജീവിച്ചിരിക്കുന്ന സായിബാബയായി മോഹൻജി കരുതിയ ഈ മഹായോഗിയെ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്ന കഥ പറയാം. 2015 പാലക്കാട്ടെ ഷിർദി സായിബാബ ക്ഷേത്ര ട്രസ്റ്റിമാർ സായിബാബയുടെ സന്ദേശം കേരളത്തിൽ പ്രചരിപ്പിക്കുവാനായി സായി സച്ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുവാൻ നിശ്ചയിച്ചു. ശ്രീ സായി സച്ചരിതം സായിബാബയുടെ ഉത്കൃഷ്ടമായ ജീവിതകഥയെയും അദ്ദേഹം നടത്തിയ എണ്ണമറ്റ അദ്ഭുത സംഭവങ്ങളെയും വിവരിക്കുന്നു. ഡോക്യുമെൻ്ററി സായിബാബയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ കൂടിയും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച പല വ്യക്തികളിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്നു. അവർ മോഹൻജിയോട് സംരംഭത്തെ അനുഗ്രഹിക്കുവാനും കഥയെയും പ്രധാനപ്പെട്ട വ്യക്തികളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം നൽകുവാനും അഭ്യർത്ഥിച്ചു. സായിബാബയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാനുള്ള ഏത് പദ്ധതിയെയും പ്രോത്സാഹിപ്പിക്കുവാൻ മോഹൻജി എപ്പോഴും തയ്യാറാകുന്നു. അദ്ദേഹം ക്ഷണം സ്വീകരിക്കുകയും ചിത്രീകരണത്തിനായി ഡിസംബർ അവസാനത്തിൽ ഷിർദിയിലേക്ക് എത്തുകയും ചെയ്തു. ഞങ്ങൾ സായിബാബയുടെ പുണ്യപാദങ്ങളെ പിന്തുടർന്ന് നിങ്കാവിലും രഹഡയിലും സാക്കൂറിയിലും ഷിർദിയിൽ പല സ്ഥലങ്ങളിലും പോയി. സാധാരണയായി ഷിർദി സന്ദർശനത്തിൽ സമാധി മന്ദിരവും ദ്വാരകാമയിയും ചാവടി മുതലായ സമുച്ചയത്തിനകത്തുള്ള സ്ഥലങ്ങളും കൊണ്ട് തീർത്ഥാടകർ തൃപ്തിപ്പെടും. ശ്രീ സായിബാബ പതിവായി പോയിരുന്ന സ്ഥലങ്ങളും അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന മഹൽ സാപതി, ശ്യാമ, ഹാജി അബ്ദുൽ ബാബ, ലക്ഷ്മിബായി ഷിൻഡെ, ഡേഗ്ലെ മുതലായവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളും സന്ദർശിക്കുവാൻ കഴിഞ്ഞത് ഓർമ്മയുടെ വഴിയിൽ കൂടിയുള്ള വിസ്മയകരമായ ഒരു പര്യടനമായിരുന്നു. ബാബയുടെ അടുത്ത് പെരുമാറുവാൻ ഭാഗ്യം സിദ്ധിച്ച അപൂർവം ചിലരുടെ പിന്തുടർച്ചക്കാരിൽ നിന്ന് ബാബയുടെ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈസ്റ്ററിന് ഒളിച്ചുവെച്ച മുട്ടകൾ കണ്ടുപിടിക്കുന്ന മത്സരം പോലെയായിരുന്നു അത്. അധികമാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തുകയും ഞങ്ങൾ ഏറെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സായിബാബയെ കൂടുതൽ അറിയുകയും ചെയ്യുന്ന ഒരു പര്യവേക്ഷണം.
വിശ്വസിക്കാൻ കഴിയാത്ത അത്ര ലളിതവും നിസ്വാർത്ഥവുമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അനുശാസനങ്ങളുമായി ബന്ധപ്പെടുവാൻ വളരെ സഹായിക്കും. ചിത്രീകരണത്തിൻ്റെ അവസാനമാകാറായപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മോഹൻജിക്ക് ഒരു സന്ദേശം വന്നു. അദ്ദേഹം ഉടനെ ഞങ്ങളിൽ ചിലരെയും കൂട്ടി ആരെയോ കാണാനായി പുറപ്പെട്ടു. ആരെയാണ് കാണാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഒരറിവും കിട്ടിയില്ല. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി സംസ്ഥാനും ദ്വാരകാമയ്യും കടന്ന് ഗുരുസ്ഥാനിൽ നേരെ നടന്നു. കുറച്ച് തിരഞ്ഞ് സായി ബാലാജി ഗസ്റ്റ് ഹൗസ് കണ്ടെത്തി. ഗുരുസ്ഥാനിൽ നിന്നുള്ള ഒരു റോഡിൽ നിന്നുള്ള ഒരു ഇടവഴിയിലായിരുന്നു അത്. ഞങ്ങൾക്ക് കാണേണ്ട ആൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. അത് ചെലവ് കുറഞ്ഞ ചെറിയ അത്യാവശ്യങ്ങൾക്ക് ഉതകുന്ന ഒരു ഹോട്ടലായിരുന്നു. മുംബൈയിൽ നിന്നും പൂനെയിലും മറ്റും രാത്രി യാത്ര ചെയ്ത് എത്തുന്ന യാത്രക്കാർക്ക് അത് വേഗത്തിൽ പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് സായി മന്ദിരത്തിലേക്ക് പോകാനുള്ള കുളിമുറി സൗകര്യങ്ങൾ നൽകുന്നു. 2 കെട്ടിടങ്ങൾക്കിടയിലുള്ള ചെറിയ സ്ഥലത്തുകൂടി ഞങ്ങൾ നടന്നു. 2 വശങ്ങളിലും മോട്ടോർ ബൈക്കുകൾ വെച്ചിരുന്നു. ഇവിടെ നിന്ന് ഹോട്ടലിൻ്റെ 3x7 അടി വലിപ്പമുള്ള സ്വീകരണ സ്ഥലത്തേക്ക് എത്തി. സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്ന ജോലിക്കാരൻ പിറകിൽ ഒരു വാതിൽ ചൂണ്ടിക്കാട്ടി. ഒരു ചെറിയ മുറിയായിരുന്നു അത്. മോഹൻജി വാതിലിനടുത്ത് എത്തിയപ്പോൾ തന്നെ അകത്തു നിന്ന് "വരൂ മോഹൻ" എന്ന് വിളിക്കുന്നത് കേട്ടു. വാതിൽ തുറന്നപ്പോൾ കാവി വസ്ത്രം ധരിച്ച വൃദ്ധനായ ഒരു സാധു കിടക്കയിൽ കിടന്നിരുന്നു. എതിർവശത്തേക്ക് തിരിഞ്ഞാണ് കിടന്നിരുന്നത്. മോഹൻജിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനായി അദ്ദേഹം പ്രയത്നപ്പെട്ട് എഴുന്നേറ്റ് ഇരുന്നു. മോഹൻജി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ച് കിടക്കയ്ക്ക് അരികിൽ നിലത്ത് ഇരിക്കാനായി കുനിഞ്ഞു. മോഹൻജി തൻ്റെ അരികിൽ തന്നെ ഇരിക്കണമെന്ന് അദ്ദേഹം സ്നേഹത്തോടെ നിർബന്ധിച്ചു. സാധു സുഖമില്ലാതിരിക്കുകയാണെന്നും അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയുടെ ഹോട്ടലാണെന്നും സ്വീകരണ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. മോഹൻജി സാധുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചു. തനിക്ക് കഠിനമായ നെഞ്ചടപ്പുണ്ടായെന്നും തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയെന്നും അദ്ദേഹം പറഞ്ഞു. രോഗനിർണയം ചെയ്ത ശേഷം തന്നെ ഉടനെ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടത്തണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. ഒരിക്കൽ ആസ്പത്രിയിൽ കിടന്നുപോയാൽ അത് തൻ്റെ സ്ഥിരമായ വസതിയാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആസ്പത്രിയിൽ നിന്ന് താൽക്കാലിക ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും സംഭ്രമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരികെ ഹോട്ടലിലേക്ക് മടങ്ങി. അദ്ദേഹം വിളർത്തും രോഗിയായും കാണപ്പെട്ടു. ശബ്ദം വളരെ ക്ഷീണിതവും തൊണ്ടയടച്ചതുപോലെയുമായിരുന്നു. സംസാരം ഇടയ്ക്കിടെ ചുമച്ചുകൊണ്ടും നിർത്തിയും പ്രയത്നപൂർവവുമായിരുന്നു. സാധു പിന്നെ തലയിണകൾ സൗകര്യത്തിന് വെച്ച് ചുമരിലേക്ക് ചാരിയിരുന്ന് പുകവലിച്ചു. താൻ ബാബ ഗണേശാനന്ദഗിരി മഹാരാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. മോഹൻജി സ്നേഹപൂർവ്വം ബാബാജി എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. 3 കൊല്ലം മുമ്പ് കോയമ്പത്തൂരിൽ വെച്ച് മോഹനെ കാണുവാൻ സായിബാബ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന് ബാബാജി പറഞ്ഞു. താൻ അന്നു മുതൽ മോഹനെ അന്വേഷിക്കുകയാണ്. മോഹൻ എന്നു പേരുള്ള പലരെയും കണ്ടു. എന്നാൽ അവരൊന്നുമല്ലെന്ന് സായിബാബ പറഞ്ഞു. പിന്നെ അന്വേഷണം നിർത്തി. സായിബാബ തന്നെ തക്ക സമയത്ത് തങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയായിരുന്നു. അവസാനം അവർ ഇപ്പോൾ കണ്ടുമുട്ടി. മോഹൻജി മുറിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബാബാജി മോഹൻജിയെ തിരിച്ചറിഞ്ഞത് ആശ്ചര്യകരമായിരുന്നു. അദ്ദേഹം സ്നേഹപൂർവ്വം മോഹൻജിയുടെ കൈ പിടിച്ചു. സമയം പോകുന്തോറും അദ്ദേഹത്തിൻ്റെ ഉണർവ് സാവധാനം വർദ്ധിച്ചു. ശബ്ദത്തിന് കൂടുതൽ ശക്തിയുണ്ടായി. അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി. അദ്ദേഹം തന്നെക്കുറിച്ചും മഹാഗുരുവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചും ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം സായിബാബയുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 2 ശിഷ്യന്മാരിൽ ഒരാളാണ്. മറ്റേയാൾ മഹാരാഷ്ട്രയിലെ ഉൾക്കാടുകളിലാണ് താമസം. അവർ തമ്മിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി. അദ്ദേഹം എല്ലാ വർഷവും ഷിർദിയിൽ വരാറുണ്ട്. ഡിസംബർ 20 വരും. പുതുവർഷ പിറവിക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് തിരികെ പോകും. ഇത്തവണ പതിവിലും കുറച്ചു നേരത്തെ വന്നു. പുതുവർഷം സായിബാബയുടെ
അനുഗ്രഹം വാങ്ങിയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും തുടങ്ങുവാനായിരുന്നു ആഗ്രഹം. പുതുവർഷത്തിന് തലേ ദിവസം തൻ്റെ അനുയായികളും അഭ്യുദയകാംക്ഷികളും പരിചയക്കാരും അടങ്ങുന്ന വ്യാപകമായ കുടുംബത്തിനു വേണ്ടി ബാബാജി സായിബാബയോട് പ്രാർത്ഥിക്കും. പിന്നെ സായിബാബയുടെ ഉധിയും ഗുരുസ്ഥാനിൽ നിന്നുള്ള വേപ്പിലയും പാക്കറ്റായി എല്ലാവർക്കും അയക്കും. വേപ്പിലയുടെ സ്വാദ് എപ്പോഴും കയ്പാണ്. എന്നാൽ സായിബാബ ചുവട്ടിലിരിക്കാറുള്ള ഗുരുസ്ഥാനിലെ വേപ്പിൻ്റെ ഇലയ്ക്ക് മധുരമാണ്. സായിബാബയിൽ നിന്നുള്ള ഒരു അത്ഭുതം. കഴിഞ്ഞ വർഷം ബാബാജി സായിബാബയോട് തനിക്ക് സമാധി എടുക്കുവാൻ അനുവാദം ചോദിച്ചിരുന്നു. സായിബാബ തൻ്റെ ബാബാജിയുടെ ജന്മദേശമായ തമിഴ്നാട്ടിൽ ചെന്നൈക്ക് അടുത്ത് തനിക്കായി ഒരു വലിയ സായി ക്ഷേത്രം നിർമ്മിക്കുവാനും അവിടെ സമാധി എടുക്കുവാനും അദ്ദേഹത്തെ ഉപദേശിച്ചു. ഷിർദിയിലെ പ്രധാന സ്ഥാനങ്ങളായ സമാധി മന്ദിരത്തിൻ്റെയും ദ്വാരകാമായിയുടെയും ചാവടിയുടെയും ലെൻഡി ബാഗിൻ്റെയും മറ്റും നേർപകർപ്പുകൾ ചേർത്തുകൊണ്ട് ഏറ്റവും വലിയ സായി ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ബാബാജി ആഗ്രഹിച്ചു. അടുത്ത 3 ദിവസങ്ങളിൽ മോഹൻജിയും സംഘവും എല്ലാ ദിവസവും വൈകുന്നേരം ബാബാജിയെ ചെന്നു കണ്ടിരുന്നു. അദ്ദേഹത്തിന് വളരെ വയ്യായ്ക ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ആസ്പത്രിയിൽ പോയി കിടന്ന് സമയം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് ഒരു മഹാക്ഷേത്രം നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളും സായിബാബയുടെ കഥകളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രവേശിക്കുന്ന ഉടൻ ബാബാജി ഒരു ചെറിയ സ്റ്റീൽ പെട്ടിയിൽ നിന്ന് സായിബാബയുടെ ഉതിയെടുത്ത് ആദ്യം മോഹൻജിയുടെ നെറ്റിയിലും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റികളിലും തേക്കും. പിന്നെ കാപ്പി വരുത്തി ഞങ്ങൾക്കെല്ലാം ഓരോ കപ്പ് കാപ്പി തരും. അത് ഞങ്ങൾക്കുള്ള പ്രസാദമായിരുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി സായിബാബയുടെ കഥാമൃതവും തരും. തൻ്റെ മന്ത്രം ഓം ശ്രീ സായി ശരണം മമ, ശ്രീ സായിയാണ് എനിക്ക് ശരണം എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ശ്വാസത്തിലും അദ്ദേഹം അത് ഉരുവിട്ടിരുന്നു. ഞങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പ്രാവശ്യം ആ മന്ത്രം ചൊല്ലിച്ചു. ഞങ്ങൾക്ക് അത് ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. മോഹൻജി ഒരു സംഭാഷണത്തിൽ ആവൃത്തിയിൽ തരംഗദൈർഘ്യത്തിൽ വരുന്ന മാറ്റം കൊണ്ട് ലോകത്തിലെ 1/3 ജീവികൾ മനുഷ്യർ മാത്രമല്ല തുടച്ചു നീക്കപ്പെടുമെന്ന് പറഞ്ഞു. ബാബാജി അതിനോട് യോജിച്ചു. വർദ്ധിച്ച അത്യാഹിതങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, സുനാമികൾ, ഭൂകമ്പങ്ങൾ, ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിതങ്ങളായ യുദ്ധങ്ങൾ, സ്പർദ്ധകൾ, ഭീകരപ്രവർത്തനങ്ങൾ മുതലായ ഭയാനകങ്ങളായ അത്യാപത്തുകളും പ്രവചിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കൂടുതൽ അറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹവുമായി വളരെ അടുത്തു. പാദങ്ങളും കാലുകളും മുതുകും തലോടുക, ഊർജ കൈമാറ്റം, അസുഖം കുറയ്ക്കാനുള്ള മറ്റു മാർഗങ്ങൾ എന്നിവയും ബാബാജിക്ക് കുറച്ചെങ്കിലും സുഖം നൽകാനുള്ള എന്തും ശ്രമിക്കാൻ ഞങ്ങൾ തുടങ്ങി. ബാബാജി അതെല്ലാം അനുവദിച്ചു തന്നു. 1 നൂറ്റാണ്ടിലധികം പിന്നിട്ട തൻ്റെ ജീവിതത്തിൽ താൻ ആരെയും തൻ്റെ അടുത്ത് ഇരിക്കാനോ തൻ്റെ ദേഹത്തിലോ പാദത്തിലോ തൊടാനോ അനുവദിച്ചിട്ടില്ല. ഞങ്ങളുടെ സംഘത്തിന് ഈ വിശേഷ അവകാശം കിട്ടിയത് എന്തുകൊണ്ടെന്നാൽ സായിബാബ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, തേരാ നക്ര നഹി മാങ്താ ഹേ, എനിക്ക് തൻ്റെ ബാലിശമായ ക്രോധാവേശമൊന്നും കാണണ്ട. മോഹൻജിയുടെ ആളുകൾ എൻ്റെ കുട്ടികളാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കുക. ബാബാജി ഇതുകൂടി പറഞ്ഞു, ഈ ഹോട്ടലിന് പുറത്തുള്ള വഴികളിൽ കൂടി ഞാൻ നടക്കുന്നു. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആരും എന്നോട് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. എന്നാൽ വളരെ കാലമായുള്ള ഉറച്ച ബന്ധമുള്ളതുപോലെ ഞങ്ങൾ അദ്ദേഹവുമായി സ്വാതന്ത്ര്യത്തോടെ പെരുമാറി. പിന്നീട് മോഹൻജിയുടെ മകളായ മിലയുടെ കൂടെ ഒരു കുട്ടിയെപ്പോലെ കളിക്കുകയും മില വരച്ച കാർട്ടൂണുകൾ ശിശുതുല്യമായ ആഹ്ലാദത്തോടെ കാണുകയും ചെയ്യുമായിരുന്നു. മോഹൻജിയും ബാബാജിയും തമ്മിലുള്ള ബന്ധം ഹൃദ്യമായിരുന്നു. നിരുപാധികമായ സ്നേഹബന്ധം. അദ്ദേഹം മോഹൻജിയുടെ കൈ മുറുകെ പിടിക്കും. മോഹൻജി സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചും പുറവും തലോടും. മോഹൻജി രാത്രിയിൽ കാണാൻ വരുമ്പോഴെല്ലാം അദ്ദേഹം ശ്വാസം മുട്ടുകയും കഷ്ടപ്പെട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുകയുമായിരിക്കും. ഷിർദിയിലെ താമസത്തിൻ്റെ അവസാന ദിവസം യാത്ര പറയുവാനായി ഞങ്ങൾ ബാബാജിയെ കാണുവാൻ പോയി.
ബാബാജി എഴുന്നേറ്റിരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടി. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായതായി ഞങ്ങൾ അറിഞ്ഞു. നെഞ്ചിൽ കഫം നിറഞ്ഞിരുന്നു. കൂടെ കൂടെ കഠിനമായ ശ്വാസം മുട്ടൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ പുകവലിച്ചിരുന്നു. അത് അല്പം പോലും സഹായകമായിരുന്നില്ല. മോഹൻജിയുടെ സഹായത്തോടെ അദ്ദേഹം പ്രയത്നപ്പെട്ട് എഴുന്നേറ്റിരുന്നു. മോഹൻജി അദ്ദേഹത്തിന്റെ നെഞ്ചും പുറവും തിരുമ്മി. അദ്ദേഹം മോഹൻജിയെയും ഞങ്ങളെയും പിന്നെയും പിന്നെയും അനുഗ്രഹിച്ചു. ചെന്നൈക്ക് അടുത്ത് ശ്രീ പെരുമ്പുതൂരിൽ അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന സായിബാബ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് വരുവാൻ മോഹൻജിയെ ക്ഷണിച്ചു. ബാബയുടെ ഉധിയും ഗുരുസ്ഥാനിൽ നിന്നുള്ള വേപ്പിലയും മോഹൻജിക്ക് അയച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. മോഹൻജി ബാബാജിയോട് ആസ്പത്രിയിലേക്ക് പോകുവാൻ ശക്തിയായി നിർബന്ധിച്ചു. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. ആസ്പത്രിയിൽ ബാബാജിക്ക് ആവശ്യമായ എന്ത് സഹായവും താൻ ചെയ്യാമെന്ന് മോഹൻജി പറഞ്ഞു. ഒടുവിൽ പോരേണ്ട സമയമായപ്പോൾ വലിയ ഹൃദയവേദനയോടെ ആയിരുന്നു പിരിഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് കേവലം 4 ദിവസമേ ആയിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹം ഞങ്ങളിൽ ചൊരിഞ്ഞ സ്നേഹം ഞങ്ങളെ അദ്ദേഹവുമായി അത്രയധികം ശക്തമായി ബന്ധിച്ചു. അത് അദ്ദേഹത്തെ അവിടെ വിട്ടുപോരുന്നത് ഞങ്ങൾക്ക് വളരെ ദുഃഖകരമാക്കി. അതിലുപരി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിട്ടുപോകുന്നതിൽ ഞങ്ങളെ കൂടുതൽ ഉത്കണ്ഠിതരാക്കി. ഹോട്ടലിലുള്ളവർ തന്നെ വേണ്ടതുപോലെ നോക്കിക്കൊള്ളുമെന്ന് ബാബാജി ഞങ്ങളെ സമാധാനിപ്പിച്ചു. അവർ ആസ്പത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ ശുശ്രൂഷിക്കാനായി നിൽക്കുകയും ചെയ്യും. ഒടുവിൽ ഞങ്ങൾ ബാബാജിയോട് വിട പറഞ്ഞ് താങ്കളുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോയി. മോഹൻജിയും കൂടെ ഞങ്ങളിൽ ചിലരും പൂനെക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്ക് മോഹൻജി അസുഖം ബാധിച്ച് കിടപ്പിലായി. ബാബാജിയുടെ അതേ രോഗലക്ഷണങ്ങളായിരുന്നതുകൊണ്ട് അദ്ദേഹം ബാബാജിയുടെ രോഗത്തിൽ ഒരു പങ്ക് ഏറ്റെടുത്തതായി ഞങ്ങൾ ഊഹിച്ചു. അന്ന് രാത്രി ബാബാജി വിളിച്ചു. അദ്ദേഹത്തിന്റെ അസുഖം വർദ്ധിച്ചുവെന്നും പിറ്റേ ദിവസം ആസ്പത്രിയിൽ കിടത്തുമെന്നും അറിയിച്ചു. അദ്ദേഹത്തെ സഹായിക്കാനായി ഉടനെ ഒരാളെ അയക്കാമെന്ന് മോഹൻജി ഉറപ്പ് കൊടുത്തു. ബാബാജിയുടെ അനുയായിയായ ഹോട്ടൽ ഉടമസ്ഥനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. താൻ തന്നെ പിറ്റേ ദിവസം ബാബാജിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുമെന്നും തൻ്റെ ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്നും വേറെ ആളെ അയക്കേണ്ട ആവശ്യമില്ലെന്നും ഹോട്ടൽ ഉടമ പറഞ്ഞു. മോഹൻജി അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ബാബാജി അധികം വൈകാതെ തൻ്റെ ശരീരം ഉപേക്ഷിച്ചെന്നും വരാം. ദിവ്യപുരുഷന്മാർ സമാധി എടുത്തതിന് ശേഷവും തങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. സമാധിയായതിനു ശേഷം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയെ അനുസരിച്ച് അവരുടെ സമാധി സ്ഥലം ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. എവിടെ വേണം വിന്യാസം, എങ്ങനെ ഇരുന്ന്, നിന്ന്, കിടന്ന്, എങ്ങനെ വേണം, എവിടേക്ക് തിരിഞ്ഞു വേണം മുതലായ എല്ലാ വിശദാംശങ്ങളും ആ ദിവ്യപുരുഷൻ ശരീരത്തോടെ ഉള്ളപ്പോൾ തന്നെ രേഖപ്പെടുത്തി വയ്ക്കണം. സമാധിയാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ സമാധി സ്ഥലം നിർമ്മിച്ച വിഠൽ ബാബാജിയുടെ മാതൃക അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് സന്ദർശിച്ച് എല്ലാം വേണ്ട വിധത്തിലായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ അന്ന് അദ്ദേഹം മോഹൻജിയോട് ആവശ്യപ്പെട്ടു. സമാധിയിൽ ഇരുത്താൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന മറ്റൊരു യോഗിയുടെ ഉദാഹരണവും മോഹൻജി പറഞ്ഞു. ശിഷ്യന്മാരെയും അനുയായികളെയും വ്യാകുലരാക്കിക്കൊണ്ട് കുടുംബക്കാർ യോഗിയുടെ ശരീരം ദഹിപ്പിച്ചു. യോഗിയുടെ ഇംഗിതം എന്തായിരുന്നു എന്നതിന് ഒരു രേഖയും ഉണ്ടായിരുന്നില്ല. സമാധിക്ക് ശേഷമുള്ള യോഗിയുടെ സഞ്ചാരത്തെയും പ്രവർത്തനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. ശ്രദ്ധയിലുള്ള ബാബാജിയുടെ അനുയായികൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുവാൻ സാധ്യതയില്ല. മോഹൻജി എന്നോട് ശ്രദ്ധയിലേക്ക് പോകുവാൻ പറഞ്ഞു. എനിക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് ജീവരക്ഷയ്ക്ക് ഉതകുന്ന ലൈഫ് ലൈനുകൾ കിട്ടുമായിരുന്നു. ഒരു ഗുരുവിനെ വിളിക്കൂ എന്നതുൾപ്പെടെ. മോഹൻജി പറഞ്ഞു, എന്നെ സേവിക്കുന്നത് പോലെ ബാബാജിയെയും സേവിക്കൂ. അദ്ദേഹത്തിന്റെ അസുഖം മുഴുവനായി മാറി എഴുന്നേറ്റ് നടക്കാൻ കഴിവുണ്ടാകുന്നതുവരെ കൂടെ താമസിക്കൂ. അദ്ദേഹം തുടർന്നു, ആസ്പത്രി ചെലവുകളെ പറ്റി ആശങ്ക വേണ്ട. വേണ്ടി വന്നാൽ നമ്മൾ തന്നെ എല്ലാം ഏറ്റെടുക്കും. ബാബാജിയെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പോ അതിനുശേഷമോ സമാധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും പ്രത്യേക താല്പര്യങ്ങളും അറിയുവാൻ അവസരം കണ്ടെത്തണമെന്നും എന്നെ പ്രത്യേകം ഏൽപ്പിച്ചു. ഒടുവിൽ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. ഗുരുതര രോഗവുമായി ആസ്പത്രിയിലേക്ക് പോകുന്ന ഒരാളോട് അയാളുടെ സ്മാരകശിലയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നത് പോലെയായിരുന്നു അത്. പ്രായം കുറെ ആയിട്ടുണ്ടെങ്കിലും ഒരു കവചിത ടാങ്ക് പോലെ നിർമ്മിക്കപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. അദ്ദേഹം ആഞ്ഞ് ഒന്ന് കൈവീശിയാൽ ഞാൻ എൻ്റെ സമാധി താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കേണ്ടി വരും.
മോഹൻജി അത് നിസ്സാരമാക്കി തള്ളി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു യോഗി കാര്യമാത്ര പ്രസക്തനായിരിക്കും, വികാരാധീനാവുകയില്ല. ചോദിക്കൂ, അദ്ദേഹത്തിന് അത് മനസ്സിലാവും. വേവലാതിപ്പെടണ്ട, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന ഉറപ്പോടെ അദ്ദേഹം എന്നെ ശ്രദ്ധയിലേക്ക് അയച്ചു. ഞാൻ വേഗത്തിൽ യാത്രാ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് ശ്രദ്ധയ്ക്ക് ആദ്യം കിട്ടുന്ന ബസ്സിൽ പോകാനായി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. ഭാഗ്യവശാൽ സ്ലീപ്പർ ബസ് കിട്ടി. കിടന്ന് യാത്ര ചെയ്യാം, ഞാൻ ആലോചിച്ചു. എന്തെല്ലാം ആശ്ചര്യകരമായ സംഭവങ്ങൾ! ഇനി എന്തെല്ലാം ആയിരിക്കും? അധികം ഉറക്കം കിട്ടിയില്ല. വെളുപ്പിന് 2 മണി കഴിഞ്ഞ് ഷിർദിയിലെത്തി. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. പതിവുള്ള സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയാണ് എന്നെ ഇറക്കിയതെന്ന് മനസ്സിലായി. ഇനി എൻ്റെ ബാഗും വലിച്ചുകൊണ്ട് നിരപ്പില്ലാത്ത റോഡിൽ കൂടുതൽ ദൂരം നടക്കണം. ഞാൻ മനസ്സുകൊണ്ട് ചില തിരഞ്ഞെടുത്ത ശാപവാക്കുകൾ ബസ്സുകാർക്ക് നേരെ അയച്ചു. അല്പദൂരം നടന്നതിന് ശേഷം ഞാൻ സാഹചര്യവുമായി സമാധാനം സ്ഥാപിച്ചു. നല്ല ചൂടുള്ള ഒരു ചായയും ഒരു പുകവലിയും. പിന്നെ ഞാൻ എനിക്ക് പോകേണ്ട ഹോട്ടൽ എവിടെയാണെന്ന് ചായക്കാരനോട് ചോദിച്ചു. എന്തൊരു അത്ഭുതം! ഞാൻ ബസ് ഇറങ്ങിയ സ്ഥലത്തിന് നേരെ എതിർവശത്തായിരുന്നു ഹോട്ടലിലേക്കുള്ള വഴി. വിസ്മയകരമായിട്ട് ബസ്സുകാർ എന്നെ ഇറക്കിയത് ബാബാജിയുടെ ഹോട്ടലിന് ഏറ്റവും അടുത്തായിരുന്നു. ചോദിക്കാതെ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ നിഴലിനെയാണ് ഞാൻ ശപിച്ചത്. നമ്മുടെ അജ്ഞത കൊണ്ട് നാം മാറ്റങ്ങൾ, മനുഷ്യർ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ മുതലായവയെല്ലാം ചെറുക്കുന്നു. അവ വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയുന്ന ആ മഹൽ ശക്തി നമ്മിൽ ചൊരിയുന്ന നിർഭാഗ്യങ്ങളായി ആദ്യം തോന്നുന്ന അനുഗ്രഹങ്ങളായിരിക്കാം. ഒരു ചെറിയ നടത്തം. ഞാൻ ഹോട്ടലിന് മുമ്പിലെത്തി. അവിടം ശാന്തവും നിശബ്ദവുമായിരുന്നു. സ്വീകരണ ഡെസ്കിന് മുകളിൽ പ്രകാശിച്ചിരുന്ന വിളക്ക് പരിസരത്തെല്ലാം വെളിച്ചം പരത്തിയിരുന്നു. വെളുത്ത വാവിന് അടുത്ത ഒരു ദിവസവും തെളിഞ്ഞ ആകാശവും ആയിരുന്നു. എല്ലാം നല്ല പോലെ കാണാം. ഡെസ്കിന് പിന്നിൽ താൽക്കാലിക കിടക്കയിൽ ഒരു ജീവനക്കാരൻ ഗാഠനിദ്രയിലായിരുന്നു. ബാബാജിയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടന്നു. അദ്ദേഹം കിടക്കയിൽ കിടക്കുന്നത് കാണാമായിരുന്നു. തൊണ്ടയടച്ച ശ്വാസോച്ഛ്വാസം പരിസരത്തെല്ലാം കേൾക്കാമായിരുന്നു. അദ്ദേഹത്തെ ഉണർത്താൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തു നിൽക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹം ഉണരുമ്പോൾ എന്നെ കാണട്ടെ. ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ കാത്തു നിന്നു. അല്പം കഴിഞ്ഞ് ബാബാജി ഉറക്കെ ചോദിച്ചു, കോൻ ഹേ വഹാ? ആരാണവിടെ? അത് ഓർക്കാപ്പുറത്തായിരുന്നു. അദ്ദേഹം തിരിഞ്ഞു കിടന്നിട്ടുണ്ടാകാം, ഞാൻ അറിഞ്ഞില്ല. മോഹൻജി എന്നെ അയച്ചതാണ് എന്നോ മറ്റോ അവ്യക്തമായി പറഞ്ഞ് ഞാൻ മുറിക്ക് നേരെ നടന്നു. അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, അന്തർ മത് ആന, ബാഹർ ഹി രഹോ. അകത്ത് വരരുത്, പുറത്തു തന്നെ നിൽക്കൂ. ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു അത്. ഞാൻ പെട്ടെന്ന് അവിടെ കിടന്നിരുന്ന ഒരു കസേരയിലേക്ക് മടങ്ങി. ശബ്ദമുണ്ടാക്കാതെ അത് ബാബാജിയുടെ കാഴ്ചയിൽ നിന്ന് നീക്കിയിട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഉറക്കമൊഴിക്കൽ തുടരാമെന്ന് തീരുമാനിച്ചു. നേരം വെളുക്കട്ടെ. ഞാൻ സമാധിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ചോദിച്ച് അറിയണമെന്നാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇക്കണക്കിന് ഞാൻ എൻ്റെ സമാധി താല്പര്യങ്ങൾ എഴുതേണ്ടി വരും. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കാര്യമായ ജോലിയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത്ര പരിഗണന നേടിയിട്ടില്ല. മരിക്കുകയാണെങ്കിൽ മരിച്ചു കിടക്കണം. കിടക്കലായിരിക്കും ഒരുപക്ഷെ എൻ്റെ ഒരേ ഒരു നിർദ്ദേശം. കഴിയുമെങ്കിൽ സുഖപ്രദമായ ഒരു മെത്തയിൽ. എന്തായാലും ഇങ്ങനെയുള്ള ആകസ്മിക വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടും തള്ളവിരലുകൾ തിരിപ്പിടിച്ചുകൊണ്ടും നാമം ജപിച്ചുകൊണ്ടും ഞാൻ സമയം ചെലവഴിച്ചു. എതിർവശത്തെ ചുമരിൽ വൈദ്യുതി മീറ്ററിന് മുകളിൽ ഒരു പൂമാല നിഗൂഢമായ തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുടയുടെ അല്ലെങ്കിൽ ഒരു വിധാനത്തിൻ്റെ കീഴിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന താടിയുള്ള ഒരു സന്യാസിയുടെ ആകൃതിയിലായിരുന്നു അത്. ആരോ ബാബാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ആരായിരിക്കും അത്? മോഹൻജിയാണോ? എന്തുമാകട്ടെ, എൻ്റെ ജോലി ബാബാജിയെ സുരക്ഷിതമായി സമാധിയിലെത്തിക്കുക എന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അന്ത്യവിധി ദിന സാഹചര്യങ്ങൾ കൂടിയെല്ലാം കടന്നുപോയപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ബാബാജി അനങ്ങുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. പുറത്ത് എൻ്റെ നിഴൽ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വിളിച്ചു ചോദിച്ചു, ബാഹർ കോൻ ഹേ? പുറത്ത് ആരാണ്? ഇത്തവണ ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞു.
അങ്ങയുടെ കൂടെ നിൽക്കാൻ മോഹൻജി എന്നെ അയച്ചതാണ്. ഉടനെ അദ്ദേഹം എന്നെ അകത്തേക്ക് വിളിച്ച് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്ക് അരികിൽ നിലത്തിയിരുന്നു. നിലത്തിന് വലിയ തണുപ്പായതുകൊണ്ട് കസേരയിൽ ഇരിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചു. എൻ്റെ യാത്രയെപ്പറ്റി ചോദിച്ചു. ഉറങ്ങാൻ ഒരു മുറി എടുക്കണമോ എന്ന് അന്വേഷിച്ചു. എനിക്ക് ഉറങ്ങേണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊള്ളാമെന്നും ഞാൻ പറഞ്ഞു. ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് എത്തിയതല്ലേ, പ്രഭാത കൃത്യങ്ങൾ കഴിക്കുവാൻ എന്നോട് പറഞ്ഞു. സ്വീകരണ സ്ഥലത്ത് ഉറങ്ങിയിരുന്ന ജീവനക്കാരനെ വിളിച്ചുണർത്തിയ അദ്ദേഹം എനിക്ക് ഒരു മുറി ഏർപ്പാട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഒരു നല്ല മുറി വേണമോ എന്ന് അയാൾ ചോദിച്ചു. അത്യാവശ്യമില്ലെന്നും എനിക്ക് കുളിയും മറ്റും കഴിക്കുകയേ വേണ്ടതുള്ളൂ എന്നും ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എടുത്ത അയാൾ എനിക്ക് താഴെ പിറകിലുള്ള ഒരു മുറിയുടെ താക്കോൽ തന്നു. അത് ഹോട്ടൽ ജീവനക്കാരും ഒരുപക്ഷെ അയൽപക്കത്തെ വീടുകളിലെ പകുതി പേരെങ്കിലും ഉപയോഗിക്കുന്ന മുറിയായിരിക്കണം. പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട ഒരു യുദ്ധഭൂമി പോലെ ആയിരുന്നു. കുളിമുറിയിൽ നടക്കുന്നത് കുഴിബോംബുകൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു പ്രദേശത്തു കൂടി നടക്കുന്നത് പോലെയായിരുന്നു. കുളിക്ക് എടുത്ത അത്ര സമയം തന്നെ ഞാൻ കുളിമുറി വൃത്തിയാക്കാനും എടുത്തിരുന്നു. ചുറ്റുപാടുമുള്ള വസ്തുക്കളെ തൊടാതെ കഴിയുന്നത്ര അകലം പാലിക്കുവാനും ഞാൻ ശ്രദ്ധിച്ചു. ആ ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വീകരണ സ്ഥലത്തിന് പുറത്ത് എൻ്റേതായ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നേരം വെളുക്കുന്നതുവരെ ബാബാജിയെ ശല്യപ്പെടുത്താതിരിക്കാനായി എൻ്റെ കസേര ദൂരെ കണ്ണിൽപ്പെടാത്ത ഒരിടത്ത് ഇടാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. മോഹൻജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിലെടുത്ത ഞാൻ ബാബാജി ഏതു നിമിഷവും ഞങ്ങളെ വിട്ടുപോയേക്കുമെന്ന ഉത്കണ്ഠയിലായിരുന്നു. എൻ്റെ ശ്രദ്ധ ബാബാജിയെ സമാധിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ആയിരുന്നു. ഹോട്ടലിൽ എത്തിയ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ശ്വസനത്തിൻ്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പതുക്കെയാകുന്നുണ്ടോ, നിന്നു പോകുന്നുണ്ടോ? കുളിമുറിയിലായിരുന്നപ്പോൾ പോലും ഞാൻ അത് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് വൃത്തി കുറഞ്ഞതായിരുന്നിട്ട് കൂടി ആ കുളിമുറി ഉപയോഗിക്കാൻ ഞാൻ തയ്യാറായത്. മോഹൻജിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെയും പോലെ എൻ്റെ ഈ യാത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിലും ഉദ്ദേശിച്ചിരുന്നതിലും നിന്ന് വ്യത്യസ്തമാകുവാൻ പോവുകയായിരുന്നു. ഒടുവിൽ നേരം പുലർന്നു. തട്ടിയും മുട്ടിയും നീങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കം. ഇടയ്ക്കിടെയുള്ള ചുമയുടെ നീണ്ട ആവർത്തനങ്ങൾ. ഉയർന്ന പനിയുണ്ടായിരുന്നു. ബാബാജി വളരെ ദുർബലനായിരുന്നു. അദ്ദേഹം ഹോട്ടൽ ജീവനക്കാരനോട് എന്നെ പറ്റി അന്വേഷിച്ചു. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു. എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഒട്ടും സുഖമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആസ്പത്രിയിൽ പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഹോട്ടലുകാർ അന്ന് രാവിലെ തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എനിക്ക് വേണ്ടി കാപ്പിയും പ്രാതലും ഏർപ്പാട് ചെയ്തു. അദ്ദേഹത്തിന് കഴിക്കാൻ ഒരു ഇഡലി മാത്രം പറഞ്ഞു. പനി കാരണം അദ്ദേഹത്തിന് രുചിയില്ലായിരുന്നു. തനിക്ക് സുഖമില്ലെങ്കിലും തൻ്റെ കാര്യം വേണ്ട പോലെ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. പിന്നീട് ബാബാജിയെ കാണാൻ ഹോട്ടൽ ഉടമസ്ഥൻ വന്നു. ആസ്പത്രിയിലെ സംവിധാനങ്ങളെയും ബാബാജിയെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടിനെയും കുറിച്ച് ഞാൻ ഹോട്ടൽ ഉടമസ്ഥനുമായി സംസാരിച്ചു. റോഡുകളും ഇടവഴികളും വീതി കുറവായത് കാരണം വാഹനം എത്താൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം വരെ ബാബാജിയെ നടത്തിക്കൊണ്ടുപോകണം. ബാബാജിക്ക് വേണ്ടി കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചു. സമാധി മന്ദിരത്തിൻ്റെ ദിശയിലേക്ക് നോക്കി അദ്ദേഹം സായിബാബയോട് പ്രാർത്ഥിച്ചു. പിന്നെ താൻ തയ്യാറായെന്ന് ഞങ്ങളെ അറിയിച്ചു. ബാബാജി വടിയൂന്നിയാണ് നടന്നത്. സഹായത്തിന് ഞങ്ങൾ കൂടെ നിന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഓട്ടോറിക്ഷയിലും ഹോട്ടലുകാർ പിന്നാലെ ഒരു മോട്ടോർ സൈക്കിളിലും വന്നു. ആസ്പത്രിയിൽ അദ്ദേഹത്തിനെ ഒരു വീൽ ചെയറിലിരുത്തി പ്രവേശനത്തിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്കായി അവിടെ കിടത്തി. ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ ഒരു പ്രായം ചെന്ന വലിയ ഒരു സ്ത്രീയെയും കൊണ്ട് തിടുക്കപ്പെട്ട് കയറി വന്നു. ഡോക്ടർമാർ ഉടനെ അവരെ ബാബാജിയുടെ മുമ്പിലുള്ള കിടക്കയിൽ കിടത്തി. ഒരു ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ച് ആ സ്ത്രീയുടെ ഹൃദയത്തെ വീണ്ടും പ്രവർത്തിപ്പിക്കുവാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞതായി അവർ അറിയിച്ചു. ആ സ്ത്രീയുടെ ആത്മാവിന് ദൈവാനുഗ്രഹം ലഭിക്കട്ടെ, നിത്യശാന്തി ലഭിക്കട്ടെ. എന്തായാലും നാം ഒരു ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച. ഒരാൾ ഇഹലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നതാണ്. ഏറ്റവും മിതമായി പറഞ്ഞാൽ അത് അസ്വാസ്ഥ്യജനകമാണ്. ഈ സംഭ്രമിപ്പിക്കുന്ന സംഭവത്തെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി ബാബാജിയുടെ പരിശോധനകൾ കഴിയുന്നത്ര വേഗത്തിൽ തീർത്ത് അദ്ദേഹത്തെ ICUയിലേക്ക് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഡോക്ടർമാരുടെ പിറകെ കൂടി. കുറച്ചുകൂടി സമയമെടുത്ത്
ഒടുവിൽ ബാബാജിയെ ഐസിയുവിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് മുമ്പും ഉച്ച കഴിഞ്ഞുമുള്ള സമയം ഞാൻ ബാബാജിയുടെ അഡ്മിഷൻ രേഖകൾ ക്രമത്തിലാക്കാനും രജിസ്ട്രേഷന്റെ ഔപചാരികതകൾ തീർക്കാനുമായി ചെലവാക്കി. ബാബാജി അധികവും കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇളനീർ കുടിക്കാനായോ ആസ്പത്രി ഭക്ഷണത്തിനായോ എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യും. ഡോക്ടർമാർ കൃത്യമായി രോഗം നിർണയിച്ചിരുന്നില്ല. ശരീരപ്രവർത്തനങ്ങൾക്ക് സ്ഥിരത വരുത്താനായി രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്കിടെ ഐസിയുവിൽ ബാബാജിയുടെ വിവരം അന്വേഷിച്ചിരുന്നു. ഞങ്ങളുടെ സംഭാഷണം അധികവും ആംഗ്യങ്ങളും കുറച്ച് വാക്കുകളുമായി പരിമിതമായിരുന്നു. സമാധി താല്പര്യങ്ങളെക്കുറിച്ച് ചോദിക്കണമെന്ന വിചിത്ര ചിന്ത ഇടയ്ക്ക് ഉയർന്നു വരും. സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് അനന്തര നടപടി ഉണ്ടായില്ല. ഐസിയുവിൽ കിടക്കുന്നത് തന്നെ ദുഃഖകരമായിരുന്നു. മറ്റു രോഗികളെല്ലാം ക്ലേശം അനുഭവിക്കുകയായിരുന്നു. പലർക്കും ദേഹത്തിന്റെ പല ഭാഗങ്ങളിലും കുഴലുകൾ ഘടിപ്പിച്ചിരുന്നു. ചിലർ വളരെയധികം പോഷകക്കുറവ് കാണിച്ചു. ഒരാൾ എപ്പോഴും ഞരങ്ങിക്കൊണ്ടിരുന്നു. ഓരോ തവണ അതിനകത്ത് പോകുന്നതും വിഷാദകരമായിരുന്നു. ബാബാജിക്കും അവിടം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നി. 3-ാം ദിവസം രാവിലെ ബാബാജി പ്രാതലിന് ഉരുളക്കിഴങ്ങ് വട വേണമെന്ന് പറഞ്ഞു. ഇതാദ്യമായാണ് ബാബാജി ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. അത് സ്വാഗതാർഹമായ ലക്ഷണമായിരുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്ന വിശപ്പ് രോഗം ഭേദപ്പെടുന്നതിൻ്റെ സൂചനയാണ്. ഉരുളക്കിഴങ്ങ് വട നല്ല രുചികരവും രസകരവുമാണ്. മോഹൻജിക്കും അത് വളരെ ഇഷ്ടമാണ്. നല്ല വട എപ്പോഴും റോഡരികിലുള്ള ചെറിയ ചായക്കടകളിലാണ് കിട്ടുക. പാചകക്കാരൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന വിയർപ്പും അഴുക്കും ഉപയോഗിക്കുന്ന നിലവാരം കുറഞ്ഞ പാചക സാധനങ്ങളുടെ ആധിക്യവും കടയിലെ ശുചിത്വക്കുറവും വടക്ക് കിട്ടുന്ന അധികം വീര്യവും തമ്മിൽ അസാധാരണവും നേരിട്ടുള്ളതുമായ ഒരു പരസ്പര ബന്ധമുണ്ട്. ഈ പരസ്പര ബന്ധം കൂമ്പി വരുന്നു. ഒരു പരിധി എത്തുമ്പോൾ വയറ്റിളക്കം തുടങ്ങുകയും വട തിന്നവനെ മിക്കവാറും ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്നു. ഏത് കടയാണ് ഏറ്റവും വിശ്വസിക്കാവുന്നതെന്ന് കണ്ടുപിടിക്കുക ഒരു ലളിത കലയാണ്. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായി ഉപയോഗിച്ച് നേടേണ്ട ഒന്ന്. എന്നാൽ വഴിയോര കടകളിൽ നിന്നുള്ള വീര്യമുള്ള വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഐസിയുവിൽ കിടക്കുന്ന യോഗ്യരായ രോഗികൾക്ക് പ്രാതലിനുള്ള ഭക്ഷണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല താനും. ഐസിയുവിലേക്ക് വട ഒളിച്ചു കടത്തുന്നത് ഒരു ഗൂഢപ്രവൃത്തിയായിരുന്നു. 2 അദ്ദേഹം രുചിയോടെ തിന്നു. എൻ്റെ പ്രയത്നം വിഫലമായില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ ഐസിയുവിൽ രോഗം ഭേദമായി കൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് ഉരുളക്കിഴങ്ങ് വട കൊടുക്കുന്നത് വളരെ അപകടകരമായ ഒരു പ്രവൃത്തിയാണ്. അസാധാരണമായ എൻ്റെ പ്രവൃത്തിയുടെ ചികിത്സാപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അപ്പോൾ ഞാൻ ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കണമെന്നേ കരുതിയുള്ളൂ. ബാബാജി ആവശ്യപ്പെട്ടു, ഞാനത് ചെയ്തു. 4-ാം ദിവസം ബാബാജിയെ ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം ആരുമായും ഒരു മുറി പങ്കിടാൻ തയ്യാറല്ലാത്തതുകൊണ്ട് കുളിമുറി, ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു മുറി അദ്ദേഹത്തിനായി ഏർപ്പാട് ചെയ്തു. ഞങ്ങൾ ഐസിയുവിലെ ഔപചാരികതകൾ തീർത്ത് അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റി. മുറിയിൽ സമാധാനമായി കിടന്നതിന് ശേഷം ബാബാജി എന്നോട് വാതിലടയ്ക്കുവാനും ജനലുകൾ തുറന്നിടുവാനും ഫാൻ ഓൺ ചെയ്യുവാനും പറഞ്ഞു. ഞാൻ അതെല്ലാം ചെയ്തു. അദ്ദേഹം ഉടനെ ഒരു സിഗരറ്റ് കത്തിച്ചു. ഒരു ഒഴിഞ്ഞ കപ്പിൽ വെള്ളമെടുത്ത് അത് ഒരു താൽക്കാലിക ആഷ്ട്രേയാക്കി. അന്നും ഇന്നും ഒരു മുൻ പുകവലിക്കാരനായ എനിക്ക് ഐസിയുവിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരാൾ ഉടനെ ഒരു സിഗരറ്റ് കത്തിക്കുന്നത് കാണുക വശീകരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അത് ആസ്പത്രിയിൽ വെച്ച് തന്നെ ആകുമ്പോൾ അമൂല്യവും. ലോകത്തിൽ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ചിലതുണ്ട്. മറ്റെല്ലാ കാര്യത്തിലും ബാബാജി വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സന്യാസിയായിരുന്നു എന്ന് ഞാൻ പറയും. ഈ അവസരത്തിൽ പുകവലിയെക്കുറിച്ച് ഒരു കാര്യം വിശദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്യാസിമാരെ പുകവലി, മദ്യപാനം മുതലായ ദുശ്ശീലങ്ങൾ ഉള്ളവരായി കാണുമ്പോൾ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നു. മോഹൻജിക്ക് വളരെ അടുപ്പമുള്ള വിഠൽ ബാബാജി, ബാബ ഗണേശാനന്ദഗിരി മഹാരാജ്, അവധൂത നാഥാനന്ദജി മുതലായവർ വളരെയധികം പുകവലിക്കുന്നവരായിരുന്നു. ഷിർദി സായിബാബയും പതിവായി ഒരു ചില്ലം ഹുക്ക വലിച്ചിരുന്നു. മോഹൻജി അത് വിശദീകരിച്ചു. ഒരു യോഗി, ഒരു ഗുരു പുകവലിക്കുന്നത് ശരീരബോധം ഉണ്ടാക്കുക, കർമ്മം അനുഭവിച്ചു തീർക്കുക മുതലായ പല കാരണങ്ങൾ കൊണ്ടാകാം. തൻ്റെ സാധനാകാലത്ത് ഒരവസരത്തിൽ തനിക്ക് ശരീരമുള്ളതായി അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് ഒരിക്കൽ മോഹൻജി പറയുകയുണ്ടായി. അന്ന് ശരീരബോധം ഉണ്ടാകുവാൻ വേണ്ടി ഒരു ദിവസം 40 സിഗരറ്റ് വരെ വലിച്ചിരുന്നു. അസ്വസ്ഥനായ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ വിഠൽ ബാബാജി പതിവിലധികം പുകവലിച്ചിരുന്നതായി താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഒരാൾ ഒരിക്കൽ പറയുകയുണ്ടായി. അത് കർമ്മത്തെ എരിയിച്ചു കളയാനുള്ള ഒരു മാർഗമായിരുന്നു.
അവധൂത നാഥാനന്ദജി ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ തലങ്ങൾ വ്യത്യാസമുണ്ട്. ഞാൻ എന്നിലായിരിക്കുവാൻ നിശ്ചയിക്കുകയാണെങ്കിൽ ഞാൻ നിർവൃതിയിൽ നിലകൊള്ളും. നിങ്ങൾക്ക് എന്നെ അല്പം പോലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു സംഭാഷണം വേണമെങ്കിൽ എനിക്ക് താഴോട്ട് ഇറങ്ങി വരേണ്ടതുണ്ട്. ഇറങ്ങി വരണമെങ്കിൽ ശരീരം മലിനപ്പെടണം. ശങ്കർ മഹാരാജ് എന്ന ശക്തനായ നാഥയോഗി മദ്യം കുടിക്കും. അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരെ ഉന്മത്തരാക്കും. അദ്ദേഹത്തിന്റെ സമാധിക്ക് മുമ്പിൽ സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം സിഗരറ്റാണ് കത്തിക്കുക. മഹായോഗികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മഹത്തായ പദ്ധതികളെക്കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നതുവരെ അവരുടെ ചില ചെയ്തികളെ വിശകലനം ചെയ്യാതിരിക്കുകയാവും ഏറ്റവും നല്ലത് എന്ന് മോഹൻജി ഒരിക്കൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗുരുക്കന്മാരെ അനുകരിക്കുന്ന ശിഷ്യന്മാർക്ക് അതിൻ്റെ നിഗൂഢമായ പ്രയോജനങ്ങൾ കിട്ടുകയില്ല. അവർ അതിൽ ആസക്തരാകുമെന്ന് മാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് എനിക്ക് ഉണ്ടായിരുന്ന പുകവലി ശീലത്തെ ന്യായീകരിക്കുവാനും വാഴ്ത്തുവാനുമുള്ള എൻ്റെ താല്പര്യത്തെ ക്രൂരമായി നശിപ്പിച്ചു. പിറ്റേ ദിവസം മോഹൻജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവിയും മകൾ മിലയും മറ്റു ചിലരും കൂടി പൂനെയിൽ നിന്ന് അവധൂത നാഥാനന്ദജിയെ ആദ്യമായി കാണുവാനായി മധ്യപ്രദേശിലെ ധാറിലേക്ക് പുറപ്പെട്ടു. വളഞ്ഞ വഴിയാണെങ്കിലും ബാബാജിയെ കാണുവാനായി യാത്ര ഷിർദി വഴിക്കാക്കുവാൻ മോഹൻജി നിശ്ചയിച്ചു. ഉച്ച കഴിഞ്ഞ് അവർ ഷിർദിയിലെത്തി. ബാബാജിക്ക് സന്തോഷമായി. ഇതിനു മുമ്പ് തമ്മിൽ കണ്ടപ്പോഴത്തേക്കാൾ ബാബാജിയുടെ ആരോഗ്യം ഭേദമായിരുന്നു. ഞാൻ പൂനെയിൽ നിന്ന് പോന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ മോഹൻജിയുടെ ആരോഗ്യവും മെച്ചപ്പെട്ടിരുന്നു. മോഹൻജി ബാബാജിയുടെ ആരോഗ്യത്തെയും ചികിത്സയുടെ പുരോഗതിയെയും കുറിച്ച് അന്വേഷിച്ചു. താൻ ധാറിലേക്ക് പോവുകയാണെന്നും അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമെന്നും മോഹൻജി പറഞ്ഞു. ബാബാജിക്ക് പൂർണ്ണമായി ആരോഗ്യം തിരികെ കിട്ടുന്നതുവരെ നിൽക്കുവാനായി എന്നെ അവിടെ വിടുകയാണെന്നും മോഹൻജി പറഞ്ഞു. പൂർണ്ണ വിശ്രമം എടുക്കുവാനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുവാനും ബാബാജിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചതിനു ശേഷം മോഹൻജിയും സംഘവും ബാബാജിയോട് പോകുവാൻ അനുവാദം ചോദിച്ചു. ബാബാജി മോഹൻജിയുടെയും മറ്റുള്ളവരുടെയും നെറ്റികളിൽ ഉതി തേച്ചു. ശുഭയാത്ര ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. ദിവസം തോറും ബാബാജി ചികിത്സയോട് കൂടുതൽ അനുകൂലമായി പ്രതികരിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്തു. ആരോഗ്യം മുഴുവനായി വീണ്ടെടുക്കുന്നവരെ വിശ്രമവും മരുന്നുകളും ആവശ്യമായിരുന്നു. രോഗത്തിന്റെ തീക്ഷ്ണതയെയും വ്യാപ്തിയെയും അറിയുവാനായി കൂടുതൽ പരീക്ഷണങ്ങൾ ശുപാർശ ചെയ്യപ്പെട്ടു. ബാബാജിക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുക, നഴ്സുമാർ പറയുന്ന മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ഡോക്ടർമാരിൽ നിന്ന് ചികിത്സയുടെ പുരോഗതി മനസ്സിലാക്കുക മുതലായ എൻ്റെ ദിനചര്യ മാറ്റമില്ലാതെ തുടർന്നു. ബാബാജിയുടെ ദിവസങ്ങൾ കൂടുതൽ സുഖപ്രദമാക്കുവാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട്. എനിക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായി ബാബാജി ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് ഷിർദിയിൽ ചുറ്റി സഞ്ചരിക്കുവാനായി ഹോട്ടൽ ഉടമസ്ഥനോട് പറഞ്ഞ് അദ്ദേഹം ഒരു സ്കൂട്ടർ ഏർപ്പാട് ചെയ്തു തന്നു. ചെന്നൈയിൽ നിന്ന് ഭക്തന്മാരുടെ 2 സംഘങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നു. ഒന്ന് വിദ്യാർത്ഥികളുടെ ഒരു സംഘം, മറ്റേത് ശ്രീ ദത്താത്രേയ ശിവസായി ട്രസ്റ്റിന്റെ ട്രസ്റ്റിമാർ. ചെന്നൈക്കടുത്ത് ശ്രീ പെരുമ്പുതൂരിൽ ശ്രീ സായിബാബ ക്ഷേത്ര നിർമ്മാണത്തിനായി ബാബാജി സ്ഥാപിച്ച ട്രസ്റ്റാണ് അത്. അവർ അദ്ദേഹത്തെ കണ്ടുവണങ്ങി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. കുറച്ചുനേരം അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിച്ചു. അനുഗ്രഹം വാങ്ങി മടങ്ങിപ്പോയി. താമസമില്ലാതെ ബാബാജി പുകവലിക്കുന്ന വിവരം നഴ്സുമാർ അറിഞ്ഞു. അങ്ങനെ ഡോക്ടർമാരും അറിഞ്ഞു. ഒരു ഡോക്ടർ അദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, അങ്ങയുടെ ക്ഷേത്രത്തിൽ പുകവലിക്കുമോ? പറയൂ, പുകവലിക്കുമോ? ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണ്. എങ്ങനെയാണ് അങ്ങേക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പുകവലിക്കാൻ കഴിയുക? പുകവലിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അത് എങ്ങനെയാണ് രോഗം ഭേദമാക്കുന്നതിനെ തടയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ആസ്പത്രിയിൽ താമസിക്കുന്ന സമയത്തെങ്കിലും പുകവലിക്കാതിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് നടന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. രാവിലെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ശകാരം കിട്ടിയ ഒരു കുട്ടിയെ പോലെ മിണ്ടാതിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടറിനെ മുച്ചേ ഗൂദണ്ട. ഡോക്ടർ എന്നെ കുറെ ശകാരിച്ചു. പുകവലി നിർത്തുവാൻ പല പ്രാവശ്യം ശ്രമിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു. എപ്പോഴും ശീലം തിരിച്ചു വരും. തന്നെ സഹായിക്കുവാൻ സായിബാബയോടും അപേക്ഷിച്ചു നോക്കി, ഫലമുണ്ടായില്ല. അവസാനം അനിവാര്യമെന്ന നിലയിൽ അതിനെ അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അവർ ശകാരിക്കട്ടെ, എനിക്കതിനെ പറ്റി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ക്ഷീണം തീർക്കാനായി അദ്ദേഹം ഒരു സിഗരറ്റ് കത്തിച്ചു. എന്നോട് വാതിലടയ്ക്കുവാനും ജനൽ കതകുകൾ തുറക്കുവാനും ഫാൻ ഇടാനും പറഞ്ഞു. ആസ്പത്രിയിലെ താമസത്തിനിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സന്യാസിമാർ അവരുടെ ബുദ്ധിമുട്ടുകളിൽ സഹായം തേടുമ്പോൾ അവ ചെറുതും നിസ്സാരവും ആയിരുന്നാൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കാനാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം.
അവരുടെ കാര്യമാകുമ്പോൾ സന്യാസിമാർ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് അവരെ അങ്ങോട്ട് സഹായിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സന്യാസിമാരെ സഹായിക്കാനായി തങ്ങളുടെ സ്വാസ്ഥ്യ മേഖലയിൽ നിന്ന് അല്പം പോലും മാറാൻ അവർ തയ്യാറുമല്ല. സന്യാസിയുടെ ക്ലേശത്തെക്കുറിച്ച് പ്രദർശിക്കപ്പെടുന്ന സഹാനുഭൂതിയും വികാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല ജനങ്ങൾ നൽകിയ താങ്ങും സഹായങ്ങളും. അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ ആവശ്യമായ വിശ്രമം അനുവദിക്കാതെ തങ്ങളുടെ നിസ്സാര താല്പര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധപൂർവം സന്യാസിയുടെ അടുത്തേക്ക് വരുന്നവരുടെ കാര്യത്തിൽ ഇത് അധികം വാസ്തവമാണ്. മോഹൻജിയുടെ ചുറ്റും വന്നുകൂടുന്നവരുടെ കാര്യത്തിലും ഞാൻ ഇത് എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സുഖമില്ലെന്ന് അറിഞ്ഞിട്ടും അതിന് ഒരു പരിഗണനയും നൽകാതെ അദ്ദേഹത്തിൽ നിന്ന് അവരുടെ സ്വാർത്ഥ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനായി അവർ കയറുന്നു. ഗുരുക്കന്മാർ ശരീരത്തിന് അതീതരാണെങ്കിലും അവർക്ക് ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിലെ അവരുടെ ജീവിതത്തിന്റെ ദൈർഘ്യം കുറയും. ആസ്പത്രിയിലെ താമസക്കാലത്ത് ബാബാജിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതകഥ ചോദിച്ചു മനസ്സിലാക്കി. അത് ഇനി പറയുന്നു. ഒന്നും എഴുതിയെടുത്തില്ല, ഓർമ്മയെ ആധാരമാക്കിയാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് ഇതിൽ ഉണ്ടായേക്കാവുന്ന തെറ്റുകൾ എൻ്റെ ധാരണയിലും ഓർമ്മയിലും എഴുത്തിലും വന്ന തെറ്റുകൾ കൊണ്ടായിരിക്കും. ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരിക്ക് അടുത്താണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. 1908 ആയിരിക്കണം ജന്മവർഷം. അദ്ദേഹം ജനിച്ച അവസരത്തിൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശിയോട് ഭഗവാൻ സുബ്രഹ്മണ്യൻ ഒരു ദർശനത്തിൽ പറഞ്ഞു, ഈ കുട്ടി നിങ്ങളുടെ കുടുംബത്തിനുള്ളതല്ല, ലോകത്തിനു വേണ്ടിയുള്ളവനാണ്. 4 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ആചാരപരമായ തലമുണ്ടനം ചെയ്യലിനായി തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ അഹംബോധത്തെ ദേവന് അടിയറവ് വെക്കുന്നു എന്നാണ് ഈ ആചാരത്തിന്റെ സങ്കല്പം. കുട്ടിയായ ബാബാജിക്ക് ഒരു ദർശനമുണ്ടായി. അതിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു, നിനക്ക് കുടുംബത്തെ വിട്ടുപിരിയാനുള്ള സമയമായി, നടക്കൂ. ആ 4 വയസ്സുകാരൻ നടന്ന് ഒരു ഹനുമാൻജി ക്ഷേത്രത്തിലെത്തി. അവിടെ 6 മാസം താമസിച്ചു. പിന്നെ ഹനുമാൻജി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് ഷിർദിയിലേക്ക് പോകുവാനും മഹാഗുരുവായ സായിബാബയെ കാണുവാനും പറഞ്ഞു. കുട്ടി പുറപ്പെട്ടു. എങ്ങനെയെല്ലാമോ 1200 കിലോമീറ്ററോളം ദൂരെയുള്ള ഷിർദിയിൽ എത്തിച്ചേർന്നു. 4 വയസ്സുള്ള ഒരു ബാലൻ എങ്ങനെ ഇതെല്ലാം സാധിച്ചു? തീർച്ചയായും ഇത് ഒരു ദൈവിക നാടകമായിരുന്നു. കുട്ടിയായ ഗണേശനെ ബാബ കൂടെ പാർപ്പിച്ചു. ഒരിക്കൽ സായിബാബ തൻ്റെ ചുറ്റും കൂടിയ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുകയായിരുന്നു. ഗണേശന് കൊടുക്കുവാൻ വിട്ടുപോയി. സങ്കടവും ദേഷ്യവും തോന്നിയ ഗണേശൻ ബാബയുടെ സഞ്ചിയിൽ കൈയിട്ട് മിഠായി എടുത്തു. അത് കണ്ട ബാബ ദേഷ്യപ്പെട്ട് ഒരടി കൊടുത്തു. കുട്ടി നിലവിളിച്ചുകൊണ്ട് ശ്യാമയുടെ വീട്ടിലേക്ക് ഓടി. ശ്യാമ സായിബാബയുടെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളും ഏറ്റവും അടുത്ത അനുയായിയുമായിരുന്നു. ബാബ ശ്യാമയ്ക്ക് ഒന്നും നിഷേധിച്ചിരുന്നില്ല. അതുകൊണ്ട് ബാബയുടെ കനിവ് ലഭിക്കാത്തവർ തങ്ങളുടെ അപേക്ഷ ബാബയുടെ മുമ്പിൽ എത്തിക്കുവാൻ ശ്യാമയോട് ആവശ്യപ്പെടുമായിരുന്നു. 4 ദിവസം കുട്ടിയെ കാണാതിരുന്നപ്പോൾ സായിബാബ ശ്യാമയോട് ചോദിച്ചു, ചെന്നൈയിൽ നിന്ന് വന്ന ആ ചെറിയ കുട്ടി എവിടെ? ശ്യാമ പറഞ്ഞു, എൻ്റെ വീട്ടിലുണ്ട്, അവന് അങ്ങയുടെ അടുത്ത് വരാൻ പേടിയാണ്. ബാബ കുട്ടിയെ ദ്വാരകാമായിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ശ്യാമ വീട്ടിൽ പോയി കുട്ടിയോട് ബാബ അവനെ അന്വേഷിച്ചുവെന്നും അവൻ തൻ്റെ കൂടെ ദ്വാരകാമായിലേക്ക് വരണമെന്നും പറഞ്ഞു. കുട്ടി ബാബാജി പോകാൻ കൂട്ടാക്കിയില്ല. കുട്ടി ശ്യാമയോട് പറഞ്ഞു, ബൂഢ മാർത്താ ഹേ, കിഴവൻ തല്ലുന്നു. തല്ലിയത് ദേഷ്യം കൊണ്ടായിരുന്നില്ലെന്നും അവനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നുവെന്നും ശ്യാമ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ഗുരു നമ്മെ തല്ലുമ്പോൾ അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകുന്നു. അത് വളരെ വിശിഷ്ടമാണ്. സായിബാബയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം അവനോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇനിയും അങ്ങനെ ചെയ്താൽ ഇനിയും തല്ലുമെന്നും താക്കീത് ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ബാബാജിയുടെ പിന്നീടുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ വരുന്നവർക്ക് മിഠായി കൊടുക്കുക എന്ന പതിവിന് അത് കാരണമായി. ചാവടി ഘോഷയാത്രയുടെ ശ്രദ്ധയാകർഷിച്ച ഒരു പടമുണ്ട്. അതിൽ ശ്യാമ സമ്മാനിച്ച പുതിയ ഉടുപ്പുകൾ ധരിച്ച കുട്ടിയായ ബാബാജി സായിബാബയുടെ അടുത്ത് നിൽക്കുന്നു. സായിബാബയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തവിട്ടു നിറമുള്ള കോട്ട് ധരിച്ച ശ്യാമയെയും അതിൽ കാണാം. അന്ന് ശ്യാമയ്ക്ക് 60 വയസ്സിൽ കൂടുതലുണ്ട്. സായിബാബ സമാധിയായ സമയത്ത് ബാബാജിക്ക് 10 വയസ്സിനടുത്തായിരുന്നു പ്രായം. ശ്യാമയുടെയും മറ്റും സംരക്ഷണത്തിൽ അദ്ദേഹം ഷിർദിയിൽ താമസം തുടർന്നു. അദ്ദേഹം തൻ്റെ കൗമാരപ്രായത്തിൽ ഒരിക്കൽ സായിബാബയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ബാബ, അവിടുന്ന് ശക്തനായ ഗുരുവാണ്. എൻ്റെ ഏത് ആഗ്രഹവും സാധിപ്പിക്കുവാൻ അവിടത്തേക്ക് കഴിയും. എനിക്കൊരു മോട്ടോർ സൈക്കിൾ വേണം, ഒരു കാറ് വേണം, 2 കോടി രൂപ വേണം, മോടിയുള്ള ഒരു ബംഗ്ലാവ് വേണം.
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ബാബയുടെ സമാധിയിൽ നിന്ന് കുറേ പൂക്കളെടുത്ത് ഒരു ചെറിയ സഞ്ചിയിലിട്ട് കൊണ്ടുപോയി. അവ താൻ ആഗ്രഹിച്ച വസ്തുക്കളായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ടായിരുന്നു. സഞ്ചി അരികിൽ വെച്ചു കിടന്നാണ് ഉറങ്ങിയത്. ആഗ്രഹിച്ചതെല്ലാം കിട്ടിയതിനു ശേഷം മുംബൈക്ക് പോകുന്നതിനെയും ആഡംബര ജീവിതം നയിക്കുന്നതിനെയും കുറിച്ച് സ്വപ്നം കണ്ടു. രാവിലെ പൂക്കൾ അതേപോലെ സഞ്ചിയിലുണ്ടായിരുന്നു. മറ്റൊന്നുമില്ല. നിരാശനായ ബാബാജി ബാബയുടെ സമാധിയിലേക്ക് ചെന്ന് ഒന്നിനും ഉതകാത്തവനെന്ന് പറഞ്ഞ് ബാബയെ ശകാരിച്ചു. എങ്കിലും സായിബാബയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവ തുടർന്നു. ബാബാജിയുടെ പ്രായം 20കളുടെ തുടക്കം. അദ്ദേഹം ഷിർഡിക്ക് ചുറ്റുമുള്ള കാട്ടിൽ നടക്കുകയായിരുന്നു. മുമ്പിൽ സായിബാബ നടക്കുന്നത് കണ്ടു. ബാബ തിരിഞ്ഞ് ബാബാജിയുടെ അടുത്തേക്ക് വന്നു. ബാബാജി വിസ്മയിച്ചു. സായിബാബ സമാധിയായിട്ട് കുറേ വർഷങ്ങളായി. എങ്കിലും അത് സായിബാബ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു. ബാബാജിയുടെ കൗമാരപ്രായത്തിൽ തന്നോട് ആവശ്യപ്പെട്ട ആഗ്രഹങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് സായിബാബ ചോദിച്ചു. ബാബാജി പശ്ചാത്താപത്തോടെ പറഞ്ഞു, നല്ല ഓർമ്മയുണ്ട്. അങ്ങ് എനിക്ക് ഒന്നും തന്നില്ല. സായിബാബ പറഞ്ഞു, ഇപ്പോൾ അവയെല്ലാം തരാനുള്ള സമയമായി. നീ തയ്യാറാണോ? ബാബാജി തയ്യാറായിരുന്നു. സായിബാബ പറഞ്ഞു, ഞാൻ തന്ന നിന്റെ 2 കാലുകൾ നിന്റെ മോട്ടോർ സൈക്കിളാണ്. ഞാൻ തന്ന നിന്റെ ശരീരം നിന്റെ കാറാണ്. ഞാൻ തന്ന തലച്ചോർ ബുദ്ധിശക്തി 2 കോടി രൂപ വിലമതിക്കുന്നതാണ്. ലോകം നിന്റെ ബംഗ്ലാവാണ്. ലോകത്തിൽ എൻ്റെ ജോലികൾ ചെയ്യുവാൻ നിന്നെ പ്രാപ്തനാക്കുവാനായി ഇത്രയും കാലം ഞാൻ നിന്നെ ഷിർദിയിലിരുത്തി. ഇപ്പോൾ നിനക്ക് ഷിർദി വിട്ടുപോകുവാനും ലോകത്തിൽ എൻ്റെ ജോലി ചെയ്യുവാനും സമയമായി. സായിബാബയുടെ അനുഗ്രഹത്തോടെ ബാബയുടെ വിശുദ്ധമായ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഹിമാലയത്തിൽ കൂടി സഞ്ചരിച്ചു. ദശനാമി സമ്പ്രദായത്തിലെ ജൂന അഖാഡയിൽ അദ്ദേഹം സന്യാസമെടുത്തു. തൻ്റെ ഹിമാലയ സഞ്ചാരങ്ങളിലെ ഒരു സംഭവം അദ്ദേഹം വിവരിച്ചു. അദ്ദേഹം നാഗസാധുക്കളുടെ ഒരു വലിയ സംഘത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ സായിബാബയാണ് തൻ്റെ ഗുരു എന്ന് ബാബാജി പറഞ്ഞു. സായിബാബയുടെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. തങ്ങളുടെ ഇടയിലിരുന്ന് ഒരു മുസ്ലിം ഫക്കീറിനെ സ്തുതിച്ച് സംസാരിച്ചതിൽ ക്ഷുഭിതരായ സാധുക്കൾ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ഒരുങ്ങി. അവർ ഏകദേശം 500 പേർ ഉണ്ടായിരുന്നു. അനിവാര്യമായതിനെ മനസ്സിലാക്കിയ ബാബാജി സായിബാബയോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ബഹളം കേട്ട് സംഘത്തിൻ്റെ നായകൻ പുറത്തു വന്നു. അദ്ദേഹം സാധുക്കളെ ശാസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ആരും ഇദ്ദേഹത്തെ തൊട്ടുപോകരുത്. ഗുരുവിൽ പൂർണ്ണമായി സമർപ്പിച്ച ഒരുവൻ്റെ ദേഹത്തിലെ ഒരു രോമം പോലും തൊടുവാൻ ആരും ധൈര്യപ്പെടുകയില്ലെന്ന് ഇത് തന്നെ ബോധ്യപ്പെടുത്തിയതായി ബാബാജി പറഞ്ഞു. യാത്രക്കിടയിൽ അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ സൊളാൻ നഗരത്തിലേക്കും പോയി. അവിടെ ഒരു മലമുകളിൽ തൻ്റെ ക്ഷേത്രം നിർമ്മിക്കുവാൻ സായിബാബ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ദില്ലി മുതലായ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധരുമായി ആലോചിച്ചു. ആ ഭൂമിയിൽ ഒരു 100 അടി ഉയരം ഉറപ്പുള്ള ഒരു പാറയും അതിനു മുകളിൽ 60 അടി ചൊരിമണലുമാണ് ഉള്ളതെന്നും അവിടെ ക്ഷേത്രം നിർമ്മിക്കുക അസാധ്യമാണെന്നുമാണ് അവരെല്ലാം അഭിപ്രായപ്പെട്ടത്. വിദഗ്ധന്മാർ പോലും കൈവിട്ടെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം സായിബാബയോട് പരാതി പറഞ്ഞു. ബാബ പരുഷമായി പറഞ്ഞു, നിന്റെ ജന്മം കൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ എന്തിനാണ് നിന്നെ വളർത്തിയത്? സഹായത്തിന് ആരെയും കിട്ടിയില്ലെങ്കിൽ തന്നെത്താൻ നിർമ്മിക്കും. ഗുരുവിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങളനുസരിച്ച് ചെറുപ്പക്കാരനായ ബാബാജി തന്നെത്താൻ ക്ഷേത്ര നിർമ്മാണം തുടങ്ങി. അപ്പോൾ കണ്ടവരെ കൂലിക്കാരായി വിളിക്കും. അന്നാട്ടുകാരായ കരാറുകാർ ഭ്രാന്തൻ സ്വാമിക്ക് കൂലിയൊന്നും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ടുപോകും. എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് സ്വന്തം കൈകൾ കൊണ്ട് അദ്ദേഹം ജോലി തുടർന്നു. ആരെങ്കിലും സഹായിക്കാൻ തയ്യാറായാൽ ആ സഹായം സ്വീകരിച്ചും അല്ലെങ്കിൽ ഒറ്റയ്ക്കും ജോലി ചെയ്തു. മലയിൽ നിന്ന് കല്ലുകൾ കൊത്തിയെടുത്തു. ആ കല്ലുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചു. അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹത്തെ നിറവേറ്റിക്കൊണ്ട് കുറച്ചു വർഷങ്ങൾ കൊണ്ട് മലമുകളിൽ മഹത്തായ ഒരു സായി ക്ഷേത്രം നിർമ്മിച്ചു. വിസ്മയകരവും മഹത്വമായ ഈ നേട്ടത്തിന് അദ്ദേഹം ഒരു അംഗീകാരവും അവകാശപ്പെടുന്നില്ല. അസാധ്യമെന്ന് മറ്റെല്ലാവരും വിധിച്ച ഈ നിയോഗം നിറവേറ്റാൻ കഴിഞ്ഞത് തൻ്റെ ഗുരുവിൻ്റെ ഇച്ഛാശക്തിക്കും കഴിവിനും തെളിവായി അദ്ദേഹം എടുത്തുകാട്ടി. ബാബാജി ആ പ്രദേശങ്ങളിൽ സൊളാൻ മഹാരാജ് എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്നു. ബാബാജി അതിനുശേഷം 15 സായിബാബ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. എണ്ണമറ്റ സായി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മറ്റ് ദേവതകളുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണക്കാരനായി. താൻ ഗുരുവിൻ്റെ ഒരു ഉപകരണം മാത്രമാണെന്നും ഗുരുവിൻ്റെ ഇച്ഛ നടപ്പിൽ വരുത്തുകയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്നും അദ്ദേഹം കരുതി. ഒരാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർമാർ ബാബാജിയുടെ രോഗം ഫൈബ്രോസിസ് എന്ന ക്ഷതം കൊണ്ട് ശ്വാസകോശത്തിനുണ്ടായ ഹാനിയാണെന്ന് നിർണയിച്ചു.
അത് വളരെ കാലമായുള്ള പുകവലി ശീലത്തിന്റെ ഫലമാണ്. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല. ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനേ കഴിയൂ. അദ്ദേഹത്തിനെ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു വലിയ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ഉപദേശിച്ചു. ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ടിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ ആസ്പത്രിയിൽ നിന്ന് വിടുവാൻ അവർ തയ്യാറായി. യാത്ര ചെയ്യുവാനുള്ള ആരോഗ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചെന്നൈയിൽ വലിയ സായിബാബ ക്ഷേത്ര പദ്ധതിയിലേക്ക് തിരിച്ചെത്താൻ ബാബാജിക്കും തിടുക്കമുണ്ടായിരുന്നു. ആസ്പത്രിയിലെ ഔപചാരികതകൾ പൂർത്തിയാക്കി ഞങ്ങൾ സായി ബാലാജി ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തി. ആസ്പത്രിയിൽ ചികിത്സിച്ചതിൻ്റെ ചെലവിനെക്കുറിച്ച് ബാബാജി തൃപ്തനായിരുന്നില്ല. അതിൽ ഓരോ രൂപയും സായി ക്ഷേത്ര പദ്ധതിക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സംതൃപ്തനാകുമായിരുന്നു. ആസ്പത്രി ഡയറക്ടറോട് സംസാരിക്കുക ഉൾപ്പെടെ ബിൽ സംഖ്യ കുറയ്ക്കുവാനായി എല്ലാ ശ്രമങ്ങളും അദ്ദേഹം ചെയ്തു. എന്നാൽ ആസ്പത്രി ചെലവ് ലാഭകരമായ ഒരു നിക്ഷേപമായി മാത്രമേ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ബാബാജിയുടെ കരുത്തും ഊർജവും സ്വാധീനവും ഇല്ലാതെ ക്ഷേത്ര നിർമ്മാണ പദ്ധതി മുമ്പോട്ട് പോകില്ലെന്ന് വ്യക്തമായിരുന്നു. അടുത്ത 2-3 ദിവസങ്ങളിൽ ഞാൻ ക്രമമായി ബാബാജിയെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ പതിവുള്ള 2-ാം നിലയിലെ 3-ാം നമ്പർ മുറിയിലായിരുന്നു. ബാബാജി പറഞ്ഞു, എനിക്ക് ഈ ഹോട്ടൽ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഈ മുറിയിൽ നിന്ന് സമാധി മന്ദിരത്തിൻ്റെ ഗോപുരം കാണാം. ഹോട്ടലിൻ്റെ സ്വീകരണ മുറിയിൽ നിന്നാലും ഗോപുരം കാണാം. ഗോപുരത്തോട് പ്രാർത്ഥിച്ചാൽ ആ സന്ദേശം നേരെ വിഗ്രഹത്തിലേക്ക് എത്തുന്നു. മിക്ക ആളുകൾക്കും ഇത് അറിയുകയില്ല. ഷെർഡിയിലുള്ളപ്പോൾ അധിക സമയവും ഞാൻ ഇത് ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥന സായിബാബയിലേക്ക് എത്തുന്നു. സമയം കിട്ടുമ്പോൾ ഞാൻ ഹാജി അതുൽ ബാബയുടെ കുടീരത്തിനടുത്ത് പോയിരിക്കും. അവിടെ ഇരുന്ന് ഗോപുരത്തോട് പ്രാർത്ഥിക്കും. ചോരക്കുഴൽ വഴി മരുന്ന് കൊടുക്കാനായി എപ്പോഴും കയ്യിൽ കുഴൽ ഘടിപ്പിച്ചിരുന്നതിനാൽ ബാബാജിക്ക് ആസ്പത്രി ചികിത്സക്കാലത്ത് കുളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം കുളിക്കാനായി ഹോട്ടലിലെത്താൻ കാത്തിരിക്കുകയായിരുന്നു. ചുടുവെള്ളം കിട്ടാത്തത് കൊണ്ട് ഹോട്ടലിലെത്തിയിട്ടും കുളിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ആസ്പത്രിയിൽ നിന്ന് പോരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പരിപാടികളെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഡോക്ടർമാർ ഉപദേശിച്ചതുപോലെ ഉടനെ ചെന്നൈക്ക് പോകുന്നുണ്ടോ? അദ്ദേഹം നിശ്ചയിച്ചിരുന്നത് പോലെ പുതുവത്സര പിറവിക്ക് ശേഷം ഒരാഴ്ച താമസിക്കാൻ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. തനിക്കും പരന്നു കിടക്കുന്ന തൻ്റെ കുടുംബത്തിനും പുതിയ വർഷത്തേക്ക് സായിബാബയുടെ അനുഗ്രഹം വാങ്ങണം. അദ്ദേഹം എൻ്റെ പരിപാടിയെക്കുറിച്ച് ചോദിച്ചു. എനിക്ക് പരിപാടിയൊന്നുമില്ലെന്നും ബാബാജിക്ക് ആവശ്യമുള്ളിടത്തോളം കാലം കൂടെ നിൽക്കാനാണ് മോഹൻജിയുടെ നിർദ്ദേശമെന്നും ഞാൻ പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹായി പിറ്റേ ദിവസം വരുന്നുണ്ടെന്നും തനിക്ക് അത് മതിയാകുമെന്നും അതുകൊണ്ട് എനിക്ക് പിറ്റേന്ന് പോകാമെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ഹാജി അതുൽ ബാബയുടെ കുടീരത്തിനടുത്ത് സമാധി മന്ദിരത്തിൻ്റെ ഗോപുരത്തെ നോക്കിക്കൊണ്ട് കുറച്ചു സമയം ചെലവഴിച്ചു. അവിടെ നിന്ന് മന്ദിരത്തിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ച കിട്ടും. പിറ്റേന്ന് ഷിർഡി വിടുന്നതിന് മുമ്പ് ഞാൻ ബാബാജിയെ കാണുവാൻ പോയി. അദ്ദേഹം സംഭാഷണത്തിന് തയ്യാറായ ഒരു ഭാവത്തിലായിരുന്നു. ഒരു സന്യാസിയുടെ ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് കം ബോൽന, കം സോന, കം ഖാന, കുറച്ച് സംസാരിക്കുക, കുറച്ച് ഉറങ്ങുക, കുറച്ച് ഭക്ഷിക്കുക എന്ന് ചുരുക്കി പറയാമെന്ന് പറഞ്ഞു. എൻ്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പ് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ, തനിക്ക് മുമ്പേ മറ്റുള്ളവർ. 4 തരത്തിലുള്ള ഗുരുക്കന്മാർ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് വെള്ളത്തെ പോലെയാണ്. എല്ലാ മൃഗങ്ങളും, നായ്ക്കൾ, പൂച്ചകൾ, പന്നികൾ മുതലായവ വെള്ളം കുടിക്കുന്നു. എല്ലാ മതങ്ങളിലും ജാതികളിലുമുള്ളവർ വെള്ളം കുടിക്കുന്നു. എല്ലാവർക്കും അവരുടെ ആഗ്രഹമനുസരിച്ച് വെള്ളം കിട്ടുന്നു. മറ്റൊന്ന് പൂവ് പോലെയാണ്. എല്ലാവർക്കും സുഗന്ധം നൽകുന്നു. പിന്നെ ഒന്ന് രാസവാദ ശാസ്ത്രജ്ഞനെ പോലെയാണ്. തന്നെ പോലെയുള്ള ശിഷ്യന്മാരെ നിർമ്മിക്കുന്നു. മറ്റൊന്ന് അഗ്നിയെ പോലെയാണ്. ശിഷ്യന്മാരെ തീയിൽ കൂടി നടത്തുന്നു. അതായത് ചോദ്യം കൂടാതെ അനുസരിക്കുവാൻ ശീലിപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി സായിബാബയുടെ ലക്ഷക്കണക്കിന് കുട്ടികൾ ബാബയെ കാണാനായി വരാറുണ്ട്. ചിലപ്പോൾ സുരക്ഷാ ജോലിക്കാർ അവരോട് പരുക്കനായി പെരുമാറും. അത് ബാബയെ ദുഃഖിപ്പിക്കും. അദ്ദേഹം അവരെ വഴക്ക് പറഞ്ഞ് അവരെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കും. എൻ്റെ വിരലിലെ മോതിരം കണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരു ദേവതയെയോ ഗുരുവിനെയോ മോതിരത്തിലോ മാലയിലോ ധരിക്കുമ്പോൾ അവരുടെ തല ഒരിക്കലും കീഴോട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് കൈ തൂക്കിയിടുമ്പോൾ. കഴിഞ്ഞ രാത്രി താൻ സായിബാബയോട് ഇങ്ങനെ ചോദിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബച്ചേക്കോ ക്യാ ദൂം, കുട്ടിക്ക്, എനിക്ക് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? സായിബാബ പറഞ്ഞു, ഉസ്കോ മേരാ അങ്കൂട്ടി ദേ, യേ ബച്ച മേരാ ബഹൂത്ത് മന്ദിർ ബനായേഗ. അയാൾക്ക് എൻ്റെ മോതിരം കൊടുക്കൂ. ഈ കുട്ടി എൻ്റെ പല ക്ഷേത്രങ്ങൾ നിർമ്മിക്കും. ബാബാജി തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ ഉരുക്കുപെട്ടി എടുത്ത് തുറന്നു.
അതിൽ പലതിൻ്റെയും കൂട്ടത്തിൽ സായിബാബയുടെ മുഖം മുദ്രണം ചെയ്ത കുറേ സ്വർണ്ണമോതിരങ്ങളും ഉണ്ടായിരുന്നു. തൻ്റെ ഏറ്റവും അടുപ്പമുള്ളവർക്കായി താൻ ഇത്തരം 10 മോതിരങ്ങൾ ഉണ്ടാക്കിയതായി ബാബാജി പറഞ്ഞു. അദ്ദേഹം അതിൽ ഒരെണ്ണം എടുത്ത് എൻ്റെ വലത് ചൂണ്ടുവിരലിൽ ഇട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് അമൂല്യമാണ്, ആർക്കും കൊടുക്കരുത്, ഇത് ഭാവിയിൽ വളരെ പ്രയോജനം ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം എൻ്റെ നെറ്റിയിൽ ഉതി പൂശി. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും വിടവാങ്ങുമ്പോൾ തന്ന ഈ സമ്മാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ വളരെ അടുത്ത് പരിചയിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് സങ്കടം തോന്നി. പോകാനുള്ള സമയമായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അനുഗ്രഹവും ശ്രദ്ധ വിടുവാനുള്ള അനുവാദവും വാങ്ങി. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്ലീപ്പർ ബസ്സും അതിൽ ഒരു അരികിൽ ശല്യമില്ലാത്ത ഒരു സീറ്റും കിട്ടി. കഴിഞ്ഞ വിസ്മയകരമായ ഒരാഴ്ചയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ആ അനുഭവത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് അവസരം തന്ന മോഹൻജിയുടെ അപാരമായ കാരുണ്യത്തിനും കൃപയ്ക്കും എൻ്റെ അഗാധമായ കൃതജ്ഞത അദ്ദേഹത്തിലേക്ക് ഒഴുകി. ഞാൻ മോഹൻജിയുടെ വർഷാന്ത ദക്ഷിണേന്ത്യ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചേരുകയും അതിൽ തുടരുകയും ചെയ്തു. കുറിപ്പ്: ഈ പുസ്തകം എഡിറ്റ് ചെയ്യുന്നതുവരെ ഈ മോതിരത്തിൻ്റെ കഥ മോഹൻജിയോടല്ലാതെ ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു രാജാവോ ഉന്നത സ്ഥാനത്തുള്ള ഒരാളോ ഒരു സമ്മാനം തരുമ്പോൾ അതൊരു അംഗീകാരമാണ്. എന്നാൽ ഒരു ഗുരു ഒരു സമ്മാനം തരുമ്പോൾ അത് ഒരു പരിവർത്തനമാണ്, അവബോധത്തിൽ വരുന്ന മാറ്റമാണ്. മോഹൻജിയുടെ കൃപ കൊണ്ടാണ് എനിക്ക് ബാബാജിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് മോതിരം ലഭിച്ചത്. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മോതിരത്തിന് മാത്രമായി ചെറിയ മൂല്യമോ പ്രാധാന്യമോ മാത്രമേയുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ കഥ പറയാനുണ്ടായ കാരണം ഗുരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന എൻ്റെ ധാരണയെ എടുത്തു പറയുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഗുരുവിനെ മാത്രമേ കാണുന്നുള്ളൂ, പാരമ്പര്യം മുഴുവൻ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. എപ്പോഴും ഗുരു തനിയെ ആയിരിക്കുകയില്ല മാറ്റം വരുത്തുന്നത്. ആവശ്യം നടത്തുവാൻ അദ്ദേഹം മുഴുവൻ പാരമ്പര്യത്തിൻ്റെയും കഴിവും സഹായവും ഉപയോഗിക്കുന്നു. എൻ്റെ കാര്യത്തിൽ മോഹൻജി ദയാപൂർവം എനിക്ക് ബാബാജിയെ സേവിക്കുവാനുള്ള അവസരം തന്നു. ആ സേവനത്തിൽ കൂടി എന്നെ മാറ്റത്തിന് അർഹനാക്കി. ശ്രദ്ധ തിരിക്കാനായി ഗുരുക്കന്മാർ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ആളുകളെയും യോജിപ്പിച്ച് കാര്യങ്ങൾ നടത്തുവാൻ ഉപയോഗപ്പെടുത്തുന്നു. പലപ്പോഴും അനുയായിക്ക് ഗുരുവിൽ നിന്ന് തനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ അളവ് മനസ്സിലാവുകയില്ല. എൻ്റെ കൈലാസയാത്ര ഇതിന് ഉദാഹരണമാണ്. എന്താണ് കൈലാസത്തിൽ നടന്നത് എന്ന് എനിക്കറിയില്ല. ഒരു കൊല്ലത്തിനിടെ എൻ്റെ ജീവിതം മുഴുവനായി മാറി, കൂടുതൽ നന്മയിലേക്ക്. മനസ്സിലാക്കാൻ പ്രയാസമായ വിധത്തിലാണ് ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അവർ ചെയ്യുന്നതായി നാം കാണുന്നത് അവർ പശ്ചാത്തലത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒഴുകുന്ന മഞ്ഞുമലയുടെ ശിഖരം മാത്രമാണ്. വിഷമപ്രശ്നങ്ങൾ നിസ്സാരമായ സംഗതികളായി മാറുന്നു. കിടപ്പിലാക്കുന്ന അപകടങ്ങൾ ഏതാനും നിസ്സാര മുറിവുകളായി ചുരുക്കുന്നു. മരണത്തിന് പകരം ഒരു എല്ലൊടിയൽ കൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നിട്ടും നിസ്സാര വിഷമങ്ങൾ സഹിക്കേണ്ടതായി വരുമ്പോൾ പോലും നാം വലിയ ഒച്ചപ്പാടും നിലവിളിയും ഉണ്ടാക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗുരുവിൻ്റെ ജീവിതം വാസ്തവത്തിൽ നന്ദി കിട്ടാത്തവരാണ്. അവരുടെ ഏറ്റവും നല്ല പ്രവൃത്തികൾ എപ്പോഴും മറയ്ക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ തന്നെ നിശ്ചയപ്രകാരം.